മൃദുലാദേവി, ഇതുവരെയുള്ള എന്റെ അടക്കം ധാർമ്മിക രോഷം മാറ്റിവെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു വിഷയം, ആരോപണങ്ങൾ വരാം, അത് ഒരുപക്ഷെ ചിലപ്പോൾ വളരെ നിരപരാധികളായിട്ടുള്ളവരെ താറടിക്കുന്നതാകാം. ആ തരത്തിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ അവര് ഒരു സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇമേജുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവര് തൂത്ത് നീക്കപ്പെടാം. അതുകൊണ്ട് കൂടി ഇതിനകത്ത് വളരെ കോഷ്യസ് ആയിരിക്കണം എന്ന് ഒരു പറയുന്ന വാദമാണല്ലോ ഈ പറയുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം അത് പരിപൂർണമായിട്ട് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമാണോ മൃദുലാദേവി? ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. എനിക്കറിയില്ല എനിക്ക് മുഴുവൻ സംസാരിച്ച് തീർക്കാൻ പറ്റുമോ എന്ന്. അപർണ എന്നെ ഒന്ന് മുഴുവൻ സംസാരിച്ച് തീർക്കാനായിട്ടുള്ള ആ ഒരു ഞാൻ 5:15 മുതൽ ഇവിടെ വന്നിരിക്കുക. എന്റെ നെറ്റ് പോവുകയാണ്, വെറുതെ ഇവരെ മാത്രം കേട്ടോണ്ടിരിക്കുക, എനിക്കൊരു ചാൻസ് കിട്ടുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ച് പുറകോട്ടൊന്ന് പോവുകയാണ്. വിജയശ്രീ എന്ന് പറയുന്ന ഒരു നടി പണ്ട് സിനിമയിൽ അഭിനയിച്ച സമയത്ത് അവര് ഇപ്പൊ ഇല്ല, നമ്മളുടെ കൂടെ ഇല്ല. അവരുടെ അവര് ഒരു ടക്കി ശരീരത്ത് ധരിച്ചുകൊണ്ട് ഒരു പാട്ടസിനിയിൽ അവതരിപ്പിക്കുകയും അത് അഴിഞ്ഞു പോയ ഭാഗം എടുക്കരുത് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഇല്ലെന്ന് അവർക്ക് ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് അതേ ദൃശ്യങ്ങള് കേരളത്തിൽ ഒട്ടാകെ ഇട്ട് പ്രദർശിപ്പിച്ച ആ സിനിമ വമ്പൻ ഹിറ്റാക്കുകയും ചെയ്താണ്. നടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് ദുരൂഹ മരണങ്ങളുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ ഉണ്ട്. ഈ നമ്മുടെ ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ച പശി ശോഭ, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. പിന്നെ ഒരു 6 മാസത്തിന് ശേഷം അവരുടെ അമ്മ പ്രേമ മരിക്കുന്നു. ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുടെ കണ്ണീര് വീണാണ് ഈ ഇന്ത്യൻ സിനിമാ ലോകം, അതിൽ തന്നെ മലയാള സിനിമാ ലോകം ഈ കയറി വന്നത്. സാധാരണ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പൊ ഇടുന്നുകൊണ്ട് പിണറായി ശരണം, പിണറായി ശരണം, പിണറായി അല്ലാതെ ഒരു ശരണമില്ല അയ്യപ്പ എന്ന് പാടാനല്ല ഞാൻ ഇരിക്കുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കേട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ നമ്മളെ അബ്യൂസ് ചെയ്ത ആളുടെ കൂടെ നെക്സ്റ്റ് ഡേയിൽ പ്രണയപൂർവ്വം അഭിനയിക്കേണ്ടി വരിക, 10-17 തവണ നിരന്തരമായി അവരെ ആലിംഗന സീനുകൾ റിപ്പീറ്റ് ചെയ്ത് എടുപ്പിക്കുക, പിന്നെ അതുപോലെ ബെഡ്റൂം സീനുകൾക്കൊക്കെ വീണ്ടും റീടേക്കുകൾ ചെയ്യാൻ നിർബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ കഥകിൽ മുട്ടുന്ന ഇത്തരം വിഷയങ്ങളൊന്നും ഇവിടെ സംസാരിച്ചിട്ടില്ല. ഇന്നിവിടെ സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് പ്രജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിയമത്തെ പറ്റി എന്ത് പറഞ്ഞാലും അദ്ദേഹം അനുവദിക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ആൺ പോരുമ അദ്ദേഹം എന്നോട് പറയുന്നത്. കാരണം അദ്ദേഹം LLB എടുത്തതുകൊണ്ട് ഞാൻ അനുസരിച്ചോണം എന്നൊരു മട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് എനിക്ക് ഇവരുടെയൊക്കെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് കേൾക്കുന്നുണ്ട്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ജവഹർലാൽ നെഹ്റു വൈസ്മാൻ എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ അദ്ദേഹം ഹിമാലയങ്ങൾ ഭാഗത്തൊക്കെ എവിടെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, നെഹ്റു സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു വൈസ്മാനെ കാണുന്നുണ്ട്. ആ വൈസ്മാനെ സിംഗിൾ ഇൻവെർട്ടർ കോമയിലാണ് വൈസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈ വൈസ്മാൻ എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അരയിൽ ഈ ഒരു ബെല്ലിയില് ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. കാരണം അതൊരു വിസ്ഡം ചരടാണ്. കാരണം അദ്ദേഹത്തിന്റെ വിസ്ഡം പൊട്ടിപ്പോകാതിരിക്കാനാണ് അദ്ദേഹം അത് കെട്ടിയിരിക്കുന്നത്. കാരണം അത് പൊട്ടിപ്പോയാൽ ലോകത്തിന്റെ വിസ്ഡം അതിനകത്താണ്. മറ്റൊന്ന് തലയിൽ ഒരു ടോർച്ച് അദ്ദേഹം ഇങ്ങനെ ബാൻഡ് വെച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനാലാണ് ഈ വഴി നയിക്കുന്നത്. അത്തരത്തിലൊരു അഡ്വക്കേറ്റ് പ്രിജി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അല്ലാതെ വേറെ, പ്രിജി അല്ലാതെ ഒരു ശരണമില്ല അയ്യപ്പ, എല്ലാവരും കേട്ടണം, ഇദ്ദേഹം മാത്രം പഠിച്ചയാള്, ബാക്കി ആർക്കും ഒന്നും അറിയത്തില്ല എന്ന രീതിയിലാണ് വന്നത്. എനിക്കിതൊന്നും അറിയത്തില്ല, കമ്മീഷൻ എന്താണെന്ന് അറിയത്തില്ല, കമ്മിറ്റി എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ സ്ത്രീകൾക്ക് അവിടെ മൂത്രപ്പുരയില്ല എന്ന് മനസ്സിലാക്കിയത് ഈ പ്രിജി ഒന്നും ഉണ്ടായിട്ടല്ല, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂലം മാത്രമാണ്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ദുനിയാവിന്റെ ഏത് കോണിലെ ഇത്തരം ഇരകളാക്കപ്പെട്ട നിരവധി സ്ത്രീകളും പുരുഷന്മാരും ക്യൂർ മനുഷ്യരും അവിടെ വരും. അത് മാത്രമേ ഉള്ളൂ. നാളെ ഈ അഡ്വക്കേറ്റ് പ്രിജിയുടെ കുടുംബത്തില് അദ്ദേഹത്തിന്റെ സൗഹൃദ വ്രതങ്ങളിലും ഒക്കെ ഒരു വിഷയം ഉണ്ടായാല് ഇദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അദ്ദേഹം ഏതിനെതിരോട് നിൽക്കുന്നത്, അദ്ദേഹത്തിന് ഇപ്പൊ സർക്കാരിനെ ഒന്നും പറയരുതെന്നുള്ളൂ. നമുക്ക് അങ്ങനെയല്ല, ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതൊരു സഹാനുഭൂതിയാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ്. അതാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യുവാൻ വേണ്ടി സമൂഹത്തിലൊന്നും വരാൻ തയ്യാറല്ല. അവിടെ അജിറ്റേറ്റ് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അജിറ്റേറ്റ് ചെയ്ത് തന്നെ സംസാരിച്ചുകൊണ്ട് ഇത് എത്തിക്കാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരടക്കം ഉള്ളവരെല്ലാവരും ചെയ്യുന്ന. മൃദുല, ഒരു ചെറിയ ചോദ്യം. ഇപ്പോൾ 1-2 കേസുകൾ വന്നു, ഈ ചില സംവിധായകർക്കെതിരെയൊക്കെ ഇത്തരം ചില കേസുകൾ വന്നു, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം. പക്ഷെ ആ കേസ് എവിടെയും എത്തിയില്ല. അത് പരാതി വരുന്നു, അവർ പരാതി കൊടുക്കുന്നു, പോകുന്നു, പലതും ചില ആരോപണങ്ങളൊക്കെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതി ഇവരെ കുറ്റവിമുക്തരാക്കുന്ന ഒരു വിഷയമുണ്ടായി. അപ്പോൾ അത്തരം ചില കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വെർഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യമാണല്ലോ രാഹുലും അഡ്വക്കേറ്റ് പ്രിജിയൊക്കെ ചോദിക്കുന്നത്. അതിൽ ചില കാരണങ്ങളില്ലേ?
നമ്മുടെ കോടതി ക്ലിനിക്കൽ എവിഡൻസ് ആണ് നോക്കുന്നത്, എവിഡൻസ് കോടതിയാണ്. അപ്പോ അവിടേക്ക് എത്തുമ്പോൾ കോടതിയുടെ മുമ്പാകെ വരുന്നത് ഏറ്റവും റെസ്പെക്ടോടെ പറയുന്നത് കോടതിയുടെ മുമ്പിൽ കിട്ടുന്ന തെളിവുകൾ അനുസരിച്ചാണ് കോടതിയെ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന കുറ്റവിമുക്തരാക്കുന്നതും. അതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് പോലീസ് അടക്കമുള്ള നിയമ സംവിധാനങ്ങളും ആ സമയത്ത് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടും അതനുസരിച്ചൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടിയാണ് കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന ആ ഒരു വലിയ ദൂരമാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിയാണ്, അവിടെ എത്തുക എന്നുള്ളത് നമുക്ക് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ എത്താൻ പറ്റും. പ്രബലതയില്ലാത്തവർ, ശബ്ദമുള്ളവർ, ശബ്ദിക്കാൻ സാധ്യതയില്ലാത്തവർ, ചിന്തിക്കാനോ പറയാനോ നോക്കാനോ മിണ്ടാനോ പോലും പറ്റാത്ത തരം വൾണറബിലിറ്റി അനുഭവിക്കുന്ന മനുഷ്യർക്ക് കോടതിയിലേക്ക് തെളിവുകൾ എത്തിക്കുവാൻ വേണ്ടി കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലുകൾ ഇല്ലാത്ത തെളിവെടുപ്പുകൾ ഉണ്ടാകണം. അത്തരം ഒരു സംവിധാനം ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് സ്ത്രീകൾക്കോ ദുർബല സമൂഹങ്ങൾക്കോ സീനിയർ സിറ്റിസൺസിനോ കുഞ്ഞുങ്ങൾക്കോ വളരെ സീരിയസ് ആയ അലിഗേഷൻ. ഒരു ഒറ്റ വരി മാത്രം. നമ്മുടെ കോടതി സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ജയലളിതയെ പിടിച്ച് ജയിലിലിടുന്നതാണ്, ലാലു പ്രസാദ് യാദവിനെ ജയിലിലിടുന്നതാണ്, 1 ലക്ഷം കോടി സമ്പത്തുള്ള സഹാറ ഗ്രൂപ്പിന്റെ ഉടമ പൂനെയിലെ തിഹാർ ജയിലിൽ താഴെ കിടത്തിയ കോടതികളാണ് നമുക്കുള്ളത്. ആർക്കെതിരെയും നമ്മുടെ കോടതികളാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന സംവിധാനം. അപ്പൊ അവിടെയാണ് കോടതികൾ പറഞ്ഞു. ഒരു വാക്ക് മാത്രം പറയാം. വിജയബാബുവിന്റെ കേസിൽ പോലീസുകാരോട് പറഞ്ഞു, മീഡിയക്കാരെ കാണിക്കാനല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ആ മനോഭാവത്തിൽ കയ്യടി നേടാൻ വേണ്ടി ആൾക്കാർ പ്രവർത്തിക്കരുത്. ഇന്ത്യയിൽ ഏറ്റവും നന്നായി രാഹുൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അപ്രിയമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് കോടതിയെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് എനിക്കും താങ്കൾക്കും ഒക്കെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അതിന്റെ അർത്ഥം അത്തരം സത്യങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നല്ല. അത്ര ആ രീതിയിലാണ് എനിക്ക് പൊതിഞ്ഞുകൊണ്ട് പറയാൻ കഴിയുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പേരെടുത്ത് വിമർശിച്ചതിന് അദ്ദേഹത്തിന്റെ കോടതിയിൽ എനിക്കെതിരെ കേസ് പോയൊരു വ്യക്തിയാണ്. എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. പക്ഷെ കോടതികളാണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം ഈ രാജ്യത്ത് രാഹുൽ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു രാഹുൽ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ രാഹുൽ? ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു രാഹുൽ, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഇനി ഒരു വരി മാത്രം. നമ്മുടെ കോടതികളാണ് ഈ രാജ്യത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നത്. ബാക്കി എല്ലാ സംവിധാനങ്ങളെക്കാട്ടിയും ഏറ്റവും വിശ്വാസത്തെ കോടതിക്കാണ്. പക്ഷെ നമ്മുടെ ഒരു ന്യൂസ് റൂമിന്റെ നമ്മുടെ ഈ ന്യൂസ് റൂമിന്റെ അവസ്ഥയാണ് AMMA, മാക്ട, ഫെഫ്ക ഇങ്ങനെ പുരുഷാധിപത്യമുള്ള സമൂഹങ്ങൾ നിയന്ത്രിക്കുന്ന ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഇതത് ഫെവിക്കോൾ തേച്ചൊട്ടിച്ചതുപോലെ ഇവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനമല്ല. അവിടെ ആദ്യം കയറി ആരെ ഇരുത്തിയോ അവരെ ഫെവിക്കോൾ ഒട്ടിച്ചിരുത്തിയിരിക്കുന്നതാണ്. അവര് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വമ്പന്മാർക്ക് പിൻപിൽ കുറെ പേര് സ്ത്രീകള് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പപ്പറ്റായിട്ട് നിൽക്കുന്നവരുണ്ട്. അതിനെതിരെ നിന്നുകൊണ്ട് ശബ്ദം ഉയർത്തുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് പോലെ എനിക്ക് ആരുടെയും അകാരണമായോ അധാർമികമായോ അത് പ്രമുഖരാകട്ടെ പ്രമുഖരല്ലാത്തവരാകട്ടെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ സ്ത്രീകൾ പറഞ്ഞ ആ ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് കേൾക്കുക എന്നുള്ളത് കേരളത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. നമ്മൾ പഠിച്ച ലോയും നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അനുകമ്പ ആർദ്രതയും ഒക്കെ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഞാനാണ് സർവം, രാജ്യവും ശക്തിയും മഹത്വവും ഞാനേ പറയാവുള്ളൂ, എനിക്ക് മാത്രമേ വിവരമുള്ളൂ, ഈ ഇരിക്കുന്നവരെല്ലാവരും ഇതിന്റെ സ്പെല്ലിംഗ് ഒന്നും പഠിച്ചിട്ട് വരാൻ സൗകര്യമില്ല. സ്ത്രീകൾക്ക് നീതി മലയാള സിനിമയ്ക്കകത്ത് കിട്ടണം, കിട്ടുക തന്നെ വേണം. ഒരു മൂത്രപ്പുര കൊടുക്കാൻ പോലും സമ്മതിക്കാത്ത നിങ്ങളൊക്കെയാണല്ലോ ചാനൽ ചർച്ച വന്നിരിക്കുന്നത് ഓർത്താണ്. നിങ്ങൾ അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ? കുറെ പേര് പിണറായിക്ക് ജയ് വിളിക്കണം, കുറെ പേർക്ക് സമൂഹത്തിന് വേണ്ടി ജയ് വിളിക്കണം, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സ്ത്രീയെ പറ്റി ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞു? അർച്ചന പത്മിനി ഇത് തന്നെയാണ് പറയുന്നത്. പറയുന്ന പെണ്ണ് വെർബൽ റേപ്പിന് ഇരയാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാത്തതെന്ന് നമ്മൾ ഒന്നും കൂടി കേൾക്കണം. അഡ്വക്കേറ്റ് പ്രിജി, ഒരു